ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നാഗേശ്വർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഇതിനെക്കുറിച്ച് കുറച്ച് വിശദമായി നമ്മുടെ കരമനയിലെ സത്സംഗ ഗ്രൂപ്പിലെ ഹരേ രാമ ഹരേ കൃഷ്ണ ഗ്രൂപ്പിലെ ശ്രീ നാഗരാജ് പ്രഭു പറഞ്ഞു തരുന്നതാണ്. കേൾക്കാം. അടുത്തത് ശ്രീശൈലം വരുന്നുണ്ട്. നമ്മൾ അടുത്ത ശ്രീശൈലം പോകുന്നു. അപ്പോൾ രണ്ടായി. അതേപോലെ തന്നെ കേദാർനാഥ് വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 2 ജ്യോതിർലിംഗം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഗുജറാത്തിലെ 2 ജ്യോതിർലിംഗം. ആ 2 ജ്യോതിർലിംഗത്തിൽ നമ്മൾ പോകുന്നുണ്ട്. ഒന്ന് ഇന്നുള്ള നാഗേശ്വർ മഹാദേവ ക്ഷേത്രം, നാളെ സോമനാഥ്. നാഗേശ്വർ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്ന് പണ്ട് ശേലു എന്നുള്ള നാമത്തിൽ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ജനങ്ങളെയും ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവിടെ തന്നെ 4 സന്യാസിമാരവിടെ വസിച്ചിരുന്നു. അവര് ഭഗവാന്റെ ശിവഭക്തരായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ അസുരനെ വധിക്കാൻ വേണ്ടി ശിവപെരുമാനെ വേണ്ടി തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തതിന് ശേഷം ശിവപെരുമാൻ പ്രത്യക്ഷപ്പെട്ടു. ശിവപെരുമാൻ പ്രത്യക്ഷപ്പെട്ടത് നാഗത്തിന്റെ രൂപത്തിലാണ്. അതാണ് ഈ ക്ഷേത്രത്തിന് നാഗേശ്വർ മഹാദേവ് എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ പാമ്പിന്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ അസുരനെ വധിച്ചു. നമുക്കെന്തെങ്കിലും സർപ്പദോഷമായി ഇന്നുണ്ടെങ്കിലും നാഗേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് പൂജ ചെയ്യാം. പൂജ ചെയ്യാനുള്ളൊരു വഴിയുണ്ട്. 12 ജ്യോതിർലിംഗത്തിലും നമുക്ക് തന്നെ പോയി പൂജ ചെയ്യാം. ഈ 12 ജ്യോതിർലിംഗത്തിൽ നമുക്ക് തന്നെ പൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നും നിങ്ങൾക്ക് പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. നിങ്ങൾ അതിന് പ്രത്യേക ടിക്കറ്റ് ഇട്ട് ടോക്കൺ എടുക്കണം. ഒരുപാട് സമയം എടുക്കണം. അത് പോയി അകത്ത് കയറ്റി നമ്മളെ പൂജ ചെയ്യിപ്പിക്കും. അതിന് 2-3 മണിക്കൂർ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ നേരെ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നു. എല്ലാവരും നേരെ ക്യൂവായിട്ട് പോകുന്നു. അവിടെ പല ആൾക്കാരും നമ്മൾക്ക് പൈസയ്ക്ക് വേണ്ടി പൂജ പഠിക്കാൻ കഴിയും. അവിടെ ഒന്ന് പോയത് ക്യൂവായിട്ട് പോയിട്ട് അവിടെ പോയി മഹാദേവനെ നമ്മൾ തൊഴുതു വണങ്ങി ചെയ്യാം. അവിടെ ഗംഗാജലം അതിന് ഭഗവാനുമായിട്ട് തിരിച്ചിറങ്ങി അവിടെ ശനീശ്വര ക്ഷേത്രമുണ്ട്. അത് തൊഴുതു കഴിഞ്ഞാൽ വളരെ മഹാദേവന്റെ വലിയ ബിംബം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോസൊക്കെ എടുക്കുന്നത് അവരൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. പിന്നെ അവിടെ പശുവുണ്ട്. പശുവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പുല്ല് വാങ്ങിച്ച് ദാനം ചെയ്യാം. പശുദാനത്തിൽ ചെയ്യാം. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഗോപി തലാബിലാണ്. ഗോപി തലാബ് എന്ന് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ രാജധാനി, ഭഗവാനെ നേരത്തെ പറഞ്ഞു 3 രാജധാനി ഇവിടെ ഉണ്ട്. അതിൽ 1ാമത്തെ രാജധാനിയാണ് നമ്മളിപ്പോൾ പോയത്. ഗോമതി ഗംഗയുടെ അടുത്തുള്ള രാജധാനി. ഗോമതി രാജധാനി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വന്ന് പിന്നെ ഭഗവാന്റെ മകനായ അനിരുദ്ധനുണ്ട്. അനിരുദ്ധൻ്റെ മകനായ പ്രദ്യുമ്നുണ്ട്. ആ 2 പേരാണ് നമ്മൾ ദ്വാരകാധീശ് ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ ഇടത് സൈഡായിട്ട് വെച്ചിരിക്കുന്ന മൂർത്തി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. നമ്മുടെ ശങ്കരാചാര്യൻ അതിനെ പുനരുദ്ധാരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമം സ്ഥാപിച്ചു. ശരി. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്. ഇതേപോലെ തന്നെ ഭഗവാന്റെ മൂലത്തോര കടലിനടിയിലായ ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അത് ഭഗവാന്റെ മൂലത്തോരകളുണ്ട്. അവിടെയാണ് ഭഗവാന്റെ രാജാവ്. അവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ അവന് കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് കുചേലൻ സുദാമ വന്ന് ഭഗവാനെ കാണാൻ വേണ്ടി വന്ന സ്ഥലമാണ്. അദ്ദേഹം ഭഗവാനെ കണ്ട് അവന് കൊടുത്ത സ്ഥലമാണ്. ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഭഗവാനെ ദർശനമെടുത്തതും നമ്മളെ നേരെ എല്ലാവരും പിടിച്ചു കിട്ടി. അവർ നേരെ ഒരു 5 മിനിറ്റ് കഥകളൊക്കെ പറഞ്ഞു. നാഗേശ്വർ മഹാദേവ ക്ഷേത്രം 12 ജ്യോതിർലിംഗത്തിലെ സ്ഥാനം. ഗുജറാത്തിലെ 1ാമത്തെ ദ്വാരകാവാണ്.
പിന്നെ അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എടുക്കാമല്ലോ. ശിവന് അത് എടുക്കാം. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ പശുക്കൾ അങ്ങനെ ഒരുപാട് കേട്ടൊക്കെ നിൽക്കും. നമുക്ക് പിന്നെ പശുക്കളല്ലാതെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ പുല്ല് വിൽക്കാൻ കിട്ടും. നമ്മളത് വാങ്ങി ഈ പശുക്കൾക്ക് കൊടുക്കാം. അതൊരു നല്ല ഒരു നേർച്ചയാണ്. അപ്പോൾ കണ്ടില്ലേ, പശുക്കൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അത് ഒന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല. നമുക്കതിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ശരീരത്തിൽ തൊട്ടാലൊന്നും അതൊന്നും ഉപദ്രവിക്കില്ല. അങ്ങനെയാണ് ഇവിടുത്തെ പശുക്കൾ. ഇതാണ് ഇവിടുത്തെ മഹാദേവ പ്രതിഷ്ഠ, ഒരു സ്റ്റാച്യു. ഇവിടെയാണ് പശുക്കളെ കെട്ടിയിട്ടുള്ളത്. പശുക്കൾക്ക് പുല്ല് വാങ്ങിക്കൊടുക്കുന്നത്. എല്ലാവരും വരണവരൊക്കെ പുല്ല് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നാഗേശ്വർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ, ബൈ.